പ്രിയപ്പെട്ട കുഞ്ഞു മരംകൊത്തി, നിന്റെ മരണം ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിരുന്നതില്ല. നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ തികച്ചും നിസ്സഹായയായിരുന്നു. എന്നിട്ടും കാക്കക്കൂട്ടം ക്രൂരമായി നിന്നെ ആക്രമിക്കുന്നത് നോക്കി നിൽക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നതില്ല. കൊത്തിക്കീറി നിന്നെ അവ കൊന്നുകളയും മുൻപ് ഞാൻ ഓടിയെത്തി നിന്നെ വാരിയെടുത്തെന്റെ വീട്ടിലെത്തിച്ചു. സുരക്ഷിതമായി നിന്നെ രക്ഷപ്പെടുത്തി പറത്തിവിടാൻ ഞാൻ ആഗ്രഹിച്ചു. എന്നാൽ നിന്നെ എങ്ങനെ വളർത്തണമെന്നോ, എന്തു ഭക്ഷണം നൽകണമെന്നോ, എവിടെ കൂടൊരുക്കണമെന്നോ, നിന്റെ മുറിവുകൾക്ക് എങ്ങനെ മരുന്ന് നൽകണമെന്നോ എന്നതൊന്നും എനിക്ക് വ്യക്തമല്ലായിരുന്നു. എന്നിരുന്നാലും നിന്നെ വളർത്തുവാൻ ആഗ്രഹമുള്ള ആരുടെയെങ്കിലും കരങ്ങളിൽ നിന്നെ നൽകി രക്ഷപ്പെടുത്തുവാനും ആവും വിധം സമാധാനപരമായ അന്തരീക്ഷം ഒരുക്കി നിന്നിലെ ഭയമില്ലാതാക്കുവാനും ഞാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ വിധി വിപരീതമായിരുന്നുവെന്നത് എന്നെ ഏറെ വേദനിപ്പിക്കുകയാണ്. മരണത്തിന് മുൻപ് നീ വെള്ളം കുടിച്ചു, ക്ഷണനേരമെങ്കിലും വിശ്രമിച്ചു. അതുമാത്രം നൽകുവാനേ എനിക്ക് കഴിഞ്ഞതുമുള്ളൂ. ഞാൻ എന്റെ സ്നേഹം നിറഞ്ഞ തലോടലേകുമ്പോൾ മെല്ലെ നീ മിഴിപൂട്ടിയ നേരങ്ങൾ എന്റെ മനം വിട്ടു പോകില്ല പക്ഷി. കാക്കക്കൂട്ടത്തിന്റെ നിർദ്ദയ പ്രവൃത്തിയിലേറ്റ മുറിവുകളാൽ, പ്രാണരക്ഷാ ഭയത്താൽ നീ എത്ര വേദനിച്ചിരുന്നിട്ടുണ്ടാകും. നീ എന്റെ കരങ്ങളിൽ എത്തി മരണം വരിക്കണമെന്നതായിരുന്നുവോ നിയോഗം? അതോ ഞാൻ നിന്നെ രക്ഷിക്കരുതായിരുന്നുവോ? കാക്കകളുടെ ഭക്ഷണമാകുവാൻ നിന്നെ ഞാൻ വിട്ടുകൊടുക്കണമായിരുന്നുവോ? എനിക്കതിനാകുമായിരുന്നില്ല. എന്നാൽ നിന്നെ രക്ഷിക്കുവാനുമായതില്ല. അനവധി ചോദ്യങ്ങൾ എന്നെ കുത്തി നോവിക്കുകയാണ്. എനിക്ക് മാപ്പ് നൽകുവാൻ നിനക്ക് സാധ്യമാകുമോ? മനസാക്ഷിയോടെ എനിക്ക് മറുപടി നൽകിയേ മതിയാകും. നിന്റെ കുഞ്ഞു തൂവലുകൾ നിറഞ്ഞ കുഞ്ഞു ശരീരം, നിന്റെ കുഞ്ഞു ഹൃദയം, നിന്റെ ഉള്ളിലെ കുഞ്ഞു മനസ്സ് ഇന്നീ മണ്ണിനോട് ചേർന്നുറങ്ങുമ്പോൾ എന്റെ മിഴികൾ കരയുകയായിരുന്നു, നിസ്സഹായതയുടെ നിശ്വാസമേറ്റു പൊള്ളിയ ഹൃദയവേദനയോടെ.